ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ഡിയർ പീപ്പിൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താ അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും മൺഡേ വ്ളോഗാണ്. ഇന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം. സോ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഉള്ള പ്രിപ്പറേഷനിലാണ്. 11:45 ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈമുണ്ട് നമുക്ക് ലഞ്ചൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള. ഹോസ്പിറ്റലിൽ ഒരുപാട് വൈകിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, ചോറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെയൊക്കെ റെഡിയാക്കുന്നത്. രാവിലെ പിള്ളേർക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പുളിങ്കറിയും ബീൻസ് മെഴുക്കുവരട്ടിയാണ്. രാവിലെയല്ല, ഉച്ചയ്ക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ട റോസ്റ്റാണ്. ഈ അടുത്തിടെയായിട്ട് ഞാൻ യൂട്യൂബിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന വേറൊരു മെത്തേഡ് കണ്ടിട്ടുണ്ട്. പൊടിയും വെള്ളവും കൂടെ കലക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കി എടുത്ത് അതൊരു മാവാക്കി എടുത്തിട്ട് ഇടിയപ്പം വീച്ചുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പൊടിയിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കിണ്ടി എടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി മുട്ട റോസ്റ്റ് ഞാനിപ്പോൾ പെട്ടെന്ന് വെക്കേണ്ടതുകൊണ്ട് ഈ ഷാക്ഷൂക്ക ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് മസാലസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ലഞ്ചിന് ഒരാൾക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുട്ടയാണ് ഞാൻ ചോറിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വെണ്ടയ്ക്ക പുളിങ്കറിയും ബീൻസ് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വണ്ടി പോയിട്ടുണ്ട്. ഇനി ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അപ്പോഴത്തേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് റെഡിയാകണം. 11:45 അപ്പോയിൻമെൻറ്റിൽ എങ്കിൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹാഫ് ആൻ അവർ നമ്മൾ അവിടെ നേരത്തെ എത്തണം. വീട്ടിൽ നിന്നൊരു 10-15 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ വരാൻ വൈകി. അത് കാരണം ഒരു 11 മണി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അങ്ങനെ ഹോസ്പിറ്റലിൽ 11:15 കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ എത്തേണ്ട ടൈം. പക്ഷേ നമ്മൾ 11:30 കഴിഞ്ഞിരുന്നു എത്തിയപ്പം. പിന്നെ ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും സ്ഥലം കിട്ടിയില്ല. പിന്നെ എന്നെ ഇറക്കിയിട്ട് ഹോസ്പിറ്റലിൻ്റെ വാതിലിൽ ഇറക്കിയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഹോസ്പിറ്റലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പുറത്ത് മൊത്തം ഗ്രീനറിയാണ്, നല്ല പച്ചപ്പ്. നമ്മൾ ഈ ലോണിലൂടെ നടക്കുമ്പോൾ ഒരു പാർക്കിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗാണ്. ഈവൻ നമുക്ക് കാറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഗേറ്റിൽ നിന്ന് കുറച്ചധികം അകത്തോട്ട് പോകണം ഹോസ്പിറ്റലിൻ്റെ വാതിലിലെത്തണമെങ്കിൽ. അപ്പോൾ അത്രയും ഭാഗം എന്ന് പറയുന്നത് നിറയെ മരങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കാണാനും നടക്കാനും ഒക്കെ നല്ല സുഖമാണ്. നല്ലൊരു ഹോസ്പിറ്റലാണ് കാണാൻ. മെഡിക്കൽ കോളേജാണ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്, വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പം എന്നെ അവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പം ഞാൻ നേരെ 6th ഫ്ലോറിലാണ് നമുക്ക് ചെല്ലേണ്ടത്. അവിടെ ചെന്ന് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ എടുക്കും നമുക്ക് റിസൾട്ട് കിട്ടാൻ. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് 12 മണി 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ വിശക്കാനായിട്ട് തുടങ്ങി. നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സ്നാക്സ് കഴിക്കാമെന്ന് വെച്ചിട്ടു അവിടെ വന്നാണ്. കഫേയിൽ വന്നപ്പോൾ കംപ്ലീറ്റ് കാലിയായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. പിന്നെ അവസാനം 30 രൂപയുടെ ഈ ഒരു വെജ് സാൻഡ്വിച്ച് മേടിച്ചു. 30 രൂപയാണ് ഈ കനം കുറഞ്ഞ സാൻഡ്വിച്ചിൻ്റെ വില. പക്ഷേ ടേസ്റ്റ് നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. പിന്നെ വില നോക്കിയിട്ട് നമ്മൾ കഴിക്കാൻ നിന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതൊന്നും നടക്കില്ലല്ലോ. നമ്മുടെ വിശപ്പിന് നമ്മൾ കഴിക്കുക. അപ്പം സാൻഡ്വിച്ച് ഒരു ജ്യൂസും ഞാൻ കഴിച്ചു. ഒരു കോഫിയും ഒരു സാൻഡ്വിച്ചാണ് കഴിച്ചത്. പിന്നെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി. പതിവ് പോലെ തന്നെ എൻ്റെ പ്ലേറ്റ്ലെറ്റ് വീണ്ടും കുറവാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ
ഡോക്ടർ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ കണ്ടു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ വണ്ടി അങ്ങ് പുറത്താണ് ഇട്ടിരിക്കുന്നത്, ഹോസ്പിറ്റലിന് പുറത്ത്. അപ്പോൾ ഏതാണ്ട് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നല്ല പൊരി വെയിലത്ത് നടന്ന് വന്നപ്പോൾ വെള്ളം വണ്ടി വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ കുറച്ച് മാറി നിന്ന് അവിടുത്തെ വണ്ടികളുടെ എണ്ണമൊക്കെ എടുത്തു. അങ്ങനെ വണ്ടിയുമായിട്ട് വന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ കയറി. അപ്പോൾ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പുളിമുട്ടായി. ഇതെന്താണെന്ന് വെച്ചാൽ ഇക്കായ്ക്ക് 1-2 ദിവസമായിട്ട് ഒരു ചെറിയ അസുഖം പിടിപെട്ടു. സലൈവ ഗ്ലാൻഡ് ബ്ലോക്കായി. അങ്ങനൊരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം പുളിയുള്ള ക്യാൻഡീസ് കഴിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ച് വെച്ചിരുന്നതാണ് ഈ പുളിമുട്ടായി. അങ്ങനെ സമയം 2:30 ആകുന്നുണ്ട്. അപ്പം നല്ല വിശപ്പുമുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ബജിയൊക്കെ മേടിച്ചു. അങ്ങനെ വണ്ടിയിലിരുന്ന് ഉഴുന്നുവടയൊക്കെ കഴിച്ചു. ഇനി ബാക്കി വീട്ടിൽ കൊണ്ട് വെച്ചാൽ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാമല്ലോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ മൊത്തത്തിൽ ടയേർഡാകും. പിന്നെ എന്നെ ഒരു വകയ്ക്കും കൊള്ളത്തില്ല. പിന്നെ എനിക്കൊരടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ മേടിച്ചാണ്. അങ്ങനെ വീട്ടിൽ വന്നു. വെണ്ടയ്ക്ക പുളിങ്കറിയും ബീൻസ് മെഴുക്കുവരട്ടിയും നല്ല കട്ട തൈരും കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. അതിനുശേഷം ഭയങ്കര മഴ